വളാഞ്ചേരിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്റർ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 8A+, 9A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 400-ൽ പരം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. വളാഞ്ചേരിയുടെ മാത്രമല്ല, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കച്ചവട താല്പര്യങ്ങൾക്കും അപ്പുറം വിദ്യാഭ്യാസം ഒരു മഹത്തായ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് നമ്മുടെ കാൻഡിഡേറ്റ്. സയൻസ് ട്യൂഷൻസ് രംഗത്ത് പതിറ്റാണ്ടിലേറെ കാലമായി വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന കോച്ചിംഗ് സെന്ററാണ് കാൻഡിഡേറ്റ്. എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് സെന്റർ അനുമോദനം നൽകാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ മേഘ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കഴിഞ്ഞിറങ്ങിയത്. ഇപ്പോൾ ഞാൻ PG വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലും കാര്യങ്ങളും ഇരിക്കുകയാണ്. ഞാനിവിടെ 2015-17 കാലഘട്ടത്തിൽ കാൻഡിഡേറ്റിലാണ് ഞാൻ +1 +2 ട്യൂഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. +1 എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു സയൻസ് എന്ന് പറയുന്ന ഒരു ഹോൾ സബ്ജക്റ്റിനെ ഫേസ് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ പേടിക്കും എന്താണ് സയൻസ് എന്ന് അറിയാണ്ടിരുന്ന സാഹചര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുണ്ടായിരുന്നത് കാൻഡിഡേറ്റിലെ കോച്ചിങ് തന്നെയായിരുന്നു. അവിടുത്തെ സാറന്മാരായിക്കഴിഞ്ഞാലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളായാലും ഈവൻ മെറ്റീരിയൽസ് ആയാൽ പോലും NCERT സൊല്യൂഷൻസും കാര്യങ്ങളായാലും +1 +2 എക്സാമിന് മാത്രമല്ല, അതേപോലെ തന്നെ എൻ്റെ എൻട്രൻസിൻ്റെ കാര്യങ്ങൾക്കായാലും മെറ്റീരിയൽസ് എല്ലാം വളരെയധികം ഹെൽപ്പായിട്ടുണ്ട്. എസ്പെഷ്യലി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് +1 +2ൻ്റെ ബേസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ എനിക്ക് കാൻഡിഡേറ്റിന്റെ ട്യൂഷൻ എന്ന് പറയുന്നത് അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് മാനേജിംഗ് ഡയറക്ടർ ജുസ്ന നസീം അധ്യക്ഷത വഹിച്ചു. വളാഞ്ചേരി കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്ററിൽ എൻട്രൻസ് ഓറിയന്റ് സയൻസ് ട്യൂഷൻ പഠിച്ച് ഡോക്ടറായ മേഘ മോഹൻ കുളത്തൂർ മുഖ്യാതിഥിയായി. പരിപാടിയിൽ അബ്ദുൾ റഹൂഫ് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻറ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോണ്ടാക്ട് ലെൻസ്, പ്രോസ്തറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലേക്ക് എത്താൻ പറ്റൂല്ലേ. അപ്പോൾ ചോദിച്ചിരുന്നത് ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്? അതിന് നമ്മുടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സൊക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇസ്ലാം എന്ന ബെസ്റ്റ്.